അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെങ്ങനെയാണ് എളുപ്പത്തിലും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല ക്രീമി ചിക്കൻ്റെ എല്ലാം ടെക്സ്ചറായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടൊക്കെ വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് ബണ്ണിനുള്ള മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഈ ഒരു അളവിൽ കറക്റ്റ് 8 ചിക്കൻ ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഓയിൽ ജാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ട്രെൻഡുള്ള അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പഞ്ചസാരയും ഉപ്പെല്ലാം നല്ലോണം ഈ ഒരു മുട്ടയിൽ മെൽറ്റാകുന്ന രീതിയിൽ എന്താ പറയുക, നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പഞ്ചസാര മൊത്തത്തിൽ മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ബണ്ണ് റെഡിയാക്കി എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൈദൻ്റെയും ഈ ഞാൻ എടുത്ത ഐറ്റംസിലെ ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു മിശ്രം കപ്പും കാര്യങ്ങളെല്ലാം എവിടുന്നാണ് വാങ്ങിയെന്നും കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇതിൻ്റെ ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഇപ്പോൾ എന്താ പറയുക, ഇത് മാത്രം കാണിച്ചതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് കൈവച്ചിട്ട് എല്ലാം നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കൂലേ, അതുപോലെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒന്ന് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാര്യം ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ നല്ലോണം കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ട് ഈ മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, ഇതിന് മുകളിലായിട്ട് ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 45 ടു എത്രയായാലും കുഴപ്പമൊന്നുമില്ല, മിനിമം ഒരു 45 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ടും ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. നല്ല തണുപ്പുള്ള സ്ഥലമെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നല്ല ചൂടുള്ളതെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ബട്ടർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ്, ചെറുതായിട്ട് കട്ടാക്കി വെച്ച ചിക്കൻ, കുറച്ച് ഗരം മസാല പൗഡർ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്ത ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇല്ലേ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കളയേണ്ട വരില്ലേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാലില്ലേ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചിക്കന് ഫ്രൈ ആയ ശേഷം മാത്രമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫില്ലിങ് റെഡിയാക്കുന്നതെന്ന് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇത് നല്ല ക്രീമി ടെക്സ്ചറുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിക്ക്. നിങ്ങൾ ചിക്കന് വേവിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്ക് മൊത്തത്തിൽ കളയേണ്ടി വരില്ലേ. ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിന് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലോ വെള്ളമോ ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായിട്ട് വരും, നമ്മൾ മൈദല്ലേ ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്കില്ലേ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്രീം ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ചീസെല്ലാം എല്ലായിടത്തും ഒരു എന്താ പറയുക, ഈ ഒരു ചിക്കനെല്ലാം മൊത്തത്തിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ചീസെല്ലാം മെൽറ്റായി നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ, ആ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്.
ഞാനിപ്പം കുറച്ചധികം 45 മിനിറ്റ് അല്ല കേട്ടോ, ഞാനിപ്പം 2-3 മണിക്കൂറിന് ശേഷമൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താൽ. നിങ്ങൾ 45 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുത്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ വേഗം പൊങ്ങി വരും കേട്ടോ. ഞാനിപ്പം ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. നല്ലോണം പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നുകൂടി കൈവച്ചിട്ട് കുഴച്ചിട്ടില്ലേ, ഇത് കറക്റ്റ് 8 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. ഈ ഒരളവിൽ 8 ചിക്കൻ ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കിതിലും ചെറുതായിട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നും ബോൾസാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ച പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. കഴിഞ്ഞ വീഡിയോയിലും ആ ഒരു ഓയിൽ ജാറും കാര്യങ്ങളും പിന്നെ കുർക്കുമാസിൻ്റെ പാത്രത്തിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പാത്രങ്ങളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്രെൻഡോളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഗൾഫ് കൺട്രീസിൽ മാത്രമാണ് കേട്ടോ ഇത് കിട്ടുക. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വാങ്ങാൻ പറഞ്ഞോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, നല്ല പഞ്ഞി പോലെ ഉണ്ടാവും അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം. ഇനിയിപ്പോൾ ഞാനില്ലേ ഇത് പരത്തിയെടുക്കലാണ്. നമ്മൾ പൂരിക്കെല്ലാം പരത്തൂലേ, അതുപോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലത്തെ കട്ടിക്ക് പരത്തിയെടുക്കുക. എന്നിട്ടില്ലേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, ഏത് ഫില്ലിംഗ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ ബണ്ണ് കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ മസാല കഴിക്കുമ്പോൾ വറനൊരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ചിക്കനും മുളക് ഉപ്പെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനില്ലേ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കട്ടി ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ഭാഗം മാത്രം നല്ല കട്ടിക്ക് നിൽക്കും കേട്ടോ. ഫില്ലിങ് ആ ഒരു മാവ് അതുകൊണ്ട് തന്നെ ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ മുട്ടൻ്റെ മഞ്ഞക്കറി ഉണ്ടാവില്ലേ, എഗ് യോക്ക്, അത് മാത്രം ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. നമ്മൾ എഗ് യോക്ക് കൂടി ഒരു ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് കാണാൻ എക്സ്ട്രാ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. അതുപോലെ തന്നെ ഇതിലേക്കില്ലേ ഞാൻ എള്ളും കൂടി, വെളുത്ത എള്ളില്ലേ, വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമുക്കിപ്പം ഗസ്റ്റ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാനോ, ഇല്ലാന്നുണ്ടെങ്കിൽ റമദാനെല്ലാം വരുന്നത് ആ ഒരു ടൈമിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഒരു സ്നാക്കില്ലേ, ഹാഫ് മൂൺ സ്നാക്ക്, ഇതെല്ലാം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പണ്ട് മുതലേ ഉള്ള സ്നാക്ക് തന്നെയാണ്. എന്നാലും അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ്. എഗ്ഗൊക്കെ കൂടി ആക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മുകളിൽ എള്ളും കൂടി ചേർത്ത് കൊടുക്കലാണ്. എള്ളും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എള്ളില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. ഞാനിപ്പം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. എല്ലാവരെയും കമൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓവളിൽ വെച്ച് കൊടുക്കലാണ്. 160 ഡിഗ്രിയിൽ 25-30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റും. പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പാനിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വലുതായിട്ടുണ്ടാവില്ല. എന്നാലും പാനിൽ നമ്മൾ കേക്കെല്ലാം ചെയ്യൂലേ, അതുപോലെ ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഡിന്നറിനെല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടും കൂടി കാണിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനും എളുപ്പമല്ലേ. വേഗം കുബൂസിനെല്ലാം കുഴക്കുന്ന പോലെ വേഗം മാവ് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി സ്നാക്കാണ്. ചൂട് ചായൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.